പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രതയുള്ള പരിശുദ്ധിയുള്ള വിശുദ്ധമായ ശഅബാൻ, ആ ശഅബാൻ എന്ന പുണ്യമാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ശഅബാൻ മാസത്തിന്റെ 1 മുതൽ 30 വരെയുള്ള എല്ലാ ദിവസവും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. കൂട്ടത്തിൽ വിശുദ്ധമായ ശഅബാൻ അത് സ്വലാത്തിന്റെ മാസമാണ്. ഈ ശഅബാൻ മാസത്തിൽ സ്വലാത്ത് ധാരാളമായി പറയണമെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ 7, 8, 9 ലക്ഷമൊക്കെ സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്ത്. അതിന്റെ അർത്ഥം അതെപ്പോഴാണ് ചൊല്ലേണ്ടത് വിശദമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. കൂട്ടത്തിൽ ശഅബാൻ മാസത്തിൽ ആണും പെണ്ണും നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്താൽ അനവധി നേട്ടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില അമലുകൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമ്മളെ പരിചയപ്പെടുന്നു. എല്ലാവരും അവസാനം വരെ കണ്ട് ഈ പറയപ്പെട്ട കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ അമൽ ചെയ്യാൻ വിട്ടുപോവണ്ട. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് റജബ് മാസം, ശഅബാൻ മാസം, ഇനി വരാനിരിക്കുന്ന റമദാൻ മാസം എല്ലാം നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ആമീൻ. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അവസാനം വരെ കാണാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ഹലാലായ മുറാദ് പടച്ചവൻ ഹാസിലാക്കി തരട്ടെ. വേദനകളുണ്ട്, വിഷമങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, എല്ലാം അല്ലാഹു തആല മാറ്റി ഖൈറും ബറക്കത്തും ഇരുലോകത്തും നമുക്ക് നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ ഒരുപാട് പ്രത്യേകതയുള്ള മാസമാണ് ശഅബാൻ, അല്ലെ? റജബുൻ ഷഹറുല്ലാ, ശഅബാനു ഷഹരി, റമളാനു ഷഹറു ഉമ്മത്തി. റജബ് അള്ളാന്റെ മാസം, ശഅബാൻ എന്റെ മാസം, റമളാൻ എന്റെ ഉമ്മത്തിന്റെ മാസം എന്ന് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. റജബുൽ തത്ഹീരിൽ ബദൻ, ശരീരത്തെ ശുദ്ധീകരിക്കേണ്ട മാസമായിരുന്നു റജബ്. ശഅബാൻ ലി തത്ഹീരിൽ ഖൽബ്, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ട, ഖൽബിനെ ശുദ്ധീകരിക്കേണ്ട മാസമാണ് ശഅബാൻ. റമളാൻ ലി തത്ഹീരി റൂഹ്, ആത്മാവിനെ ശുദ്ധീകരിക്കേണ്ട മാസമാണ് റമളാൻ. അപ്പോൾ ഒറ്റടിക്ക് റമളാനിൽ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ പോയാൽ നടക്കൂല. അപ്പോൾ ആദ്യം റജബിൽ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുക, ശഅബാനിൽ നമ്മുടെ ഖൽബിനെ ശുദ്ധീകരിക്കുക, റമളാനിൽ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുക. റജബിൽ നമ്മൾ പരമാവധി ശുദ്ധീകരിക്കാൻ നോക്കി നമ്മുടെ ശരീരത്തെ. അല്ലാഹു തആല ശുദ്ധീകരിച്ച് തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ശഅബാൻ, ഈ ശഅബാനിൽ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധീകരിക്കണം. എങ്ങനെ? ഹൃദയത്തിൽ മറ്റുള്ളവരോടുള്ള വെറുപ്പ്, വിദ്വേഷം, പക, അസൂയ. ഇന്നിപ്പോ എത്രയോ ആളുകൾ രാവിലെ ഇറങ്ങുകയാ വീട്ടിൽ നിന്ന്. എങ്ങോട്ട് പോകുന്നു? ജ്യോത്സ്യനെ കാണാൻ വേണ്ടി പോകുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തങ്ങളാണെന്ന് വാദിക്കുന്ന ആളുടെ അടുക്കൽ പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഉസ്താദാണെന്നൊക്കെ പറഞ്ഞ് വാദിക്കുന്ന കള്ള ആളുകളുടെ അടുക്കൽ പോകുന്നു. എന്നിട്ടെന്താണ്? അവളുടെ പേര് സുബൈദ, അവളുടെ വാപ്പാടെ പേര് മമ്മൂഞ്ഞ്, അവർക്ക് പേരിൽ ഒരു സിഹർ. എന്തിനാണ് സിഹർ? സുബൈദയുടെ മകളുടെ കല്യാണം നടക്കാൻ പാടില്ല, അതിനു വേണ്ടി സിഹർ ചെയ്യുന്നു. ഇങ്ങനെ സിഹർ ചെയ്യുന്ന, അതുപോലെ തന്നെ മാരണ പ്രക്രിയ ചെയ്യുന്ന, ഇപ്പോ പല ജ്യോത്സ്യന്മാരും പറയുന്നത് കേൾക്കുന്നുണ്ട്, ഏറ്റവും കൂടുതൽ ഈ സിഹർ, ഏറ്റവും കൂടുതൽ കൂടോത്രം എന്ന് പറയും, കൂടോത്രം ചെയ്യാൻ വേണ്ടി വരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണെന്നാണ്. ഈ പറഞ്ഞിട്ട താത്താമാര് മറ്റുള്ളവരെ കണ്ടിട്ട് ഈ അസൂയ മൂത്തിട്ട് എങ്ങോട്ട് പോകുന്നു? ഈ സിഹർ ചെയ്യാൻ പോകുന്നു. മൊട്ട എഴുതുന്നു, തകിടെഴുതുന്നു. എന്ത് കാര്യമുണ്ടെന്നാണ്. വല്ലാഹി സത്യം, സിഹർ ചെയ്യുന്നവരെ അങ്ങനത്തെ ആളുകൾ ഈ ക്ലാസ് ഒന്നും കേൾക്കൂലോ. അവർക്ക് ഈ ഇതുപോലുള്ള ക്ലാസ് ഒന്നും പിടിക്കൂല. അവർക്ക് സിഹർ ചെയ്യണം എങ്ങനെയാണെന്നുള്ള ആ ഒരു ചിന്തയിൽ പോവുക. എത്രയോ കുടുംബങ്ങളാണെന്നറിയോ, സ്വന്തം ഭാര്യ ഭർത്താവിന് സിഹർ ചെയ്തിട്ടുണ്ട്, സ്വന്തം ഭർത്താവ് ഭാര്യക്ക് സിഹർ ചെയ്യുന്നു, സ്വന്തം ഉമ്മ മരുമോൾക്ക് സിഹർ ചെയ്യുന്നു. ഇങ്ങനെ ഈ സിഹർ ചെയ്യാൻ വേണ്ടി അത്രമാത്രം ഇതിനോട്, അതായത് മറ്റുള്ളവൻ നശിച്ചു പോകണം, ഇത്ര അസൂയ മൂത്തിട്ട് അവന്റെ കുടുംബം താറുമാറാകണം. എന്ത് പുണ്യമാണോ നിങ്ങൾക്ക് കിട്ടുന്നത്? എന്ത് പുണ്യമാണ്! എത്രയോ ആളുകളാണെന്നറിയോ എന്നെ ഫോൺ വിളിക്കുന്നത്, ഉസ്താദെ സിഹറാണ്, സിഹർ ബാത്തിലാക്കാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സിഹർ ഒന്നും ബാത്തിലാക്കാൻ അറിയില്ല, അതിനെപ്പറ്റി ഞാൻ പഠിച്ചിട്ടുമില്ല. നമുക്കറിയാവുന്ന ആയത്തുൽ കുർസിയും അതുപോലെ തന്നെ ആമന റസൂലും ഒക്കെ അതൊക്കെ ഓതി നമുക്ക് മന്ത്രിക്കാം. അതല്ലാതെ അതൊക്കെ ഓതി നമ്മൾ സ്വയമായിട്ട് മന്ത്രിച്ചാൽ തന്നെ എല്ലാം ശിഫയാകും. പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഭയങ്കരമായി മാരണം ചെയ്യുന്ന ആളുകളുണ്ട്. വൻ പാപമാണ്. സബുൽ മൂബിക്കാത്ത്, അള്ളാഹു ഒരിക്കലും പുറത്തു തരൂല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം ഈ ചെയ്യപ്പെട്ടവന്റെ പൊരുത്തമില്ലെങ്കിൽ അല്ലാഹു തആല ചെയ്തവന്റെ ഈ ഒരു പാപം അല്ലാഹു പുറത്തു കൊടുക്കൂല. വൻ പാപമാണ്, നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും. അതുകൊണ്ട് അസൂയ മനസ്സിൽ നിന്ന് കള. മറ്റുള്ളവരെ ഇങ്ങനെ ഒരുപാട് നോക്കല്ലേ,
മറ്റുള്ളവർ വീട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഈ അസൂയ വരുന്നത്. നമുക്ക് നമ്മുടെ സ്വന്തം കാര്യം നോക്കുക. പറഞ്ഞു വന്നത് പരിശുദ്ധമായ ശഅബാനിൽ ഹൃദയം ശുദ്ധിയാക്കുക, മറ്റുള്ളവരോട് ദേഷ്യം, വെറുപ്പ് അതൊക്കെ എടുത്ത് മാറ്റുക, പള്ളക്കളയുക എന്ന് പറയില്ല, അതൊക്കെ ദൂരെടുത്ത് കളയുക. നമുക്ക് ഇബാദത്തെടുത്തത് നല്ല രൂപത്തിൽ നല്ല മനുഷ്യന്മാരായിട്ട് ജീവിക്കുക. ഈ അസൂയയും കുശുമ്പും കുഞ്ഞായ്മയും എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഒരു ഉമ്മമാരും ഒരു സഹോദരിമാരും, ഞാൻ വളരെ ഗൗരവത്തോടു കൂടി പറയുന്നതാണ്, ദേഷ്യത്തോടു കൂടി പറയില്ല, വളരെ സ്നേഹത്തോടെ ഗൗരവത്തോടു കൂടി പറയുന്നു. എൻ്റെ ക്ലാസ് കേൾക്കുന്ന ഒരു ഉമ്മമാരും മറ്റുള്ളവരെ പറ്റി പരിഹസിക്കുന്ന ഒരു വർത്തമാനം പറയരുത്, പരദൂഷണം പറയരുത്, ഏഷണി പറയരുത്, കളവ് പറയരുത്. നിങ്ങൾ പറഞ്ഞ് എന്ത് ഗുണം കിട്ടും? നമ്മുടെ അമൽ വെറുതെ വെള്ളത്തിൽ ഒഴുക്കി കളയുന്ന അവസ്ഥയല്ലേ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശഅബാനാണ്. ഞാൻ എൻ്റെ ഹൃദയം നന്നാക്കുക, നിങ്ങൾ നിങ്ങളുടെ ഹൃദയം മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ എന്ത് നമുക്ക് എന്ത് കിട്ടും? മറ്റുള്ളവൻ്റെ നാശം അത് കാണാൻ വേണ്ടി എത്രയോ മോശത്തരം ചെയ്യുന്ന ആളുകളുണ്ട്. ഞാൻ അങ്ങോട്ട് കൂടുതൽ കടക്കുന്നില്ല. നമ്മളൊക്കെ ശഅബാൻ മാസത്തിന്റെ പുണ്യമായ ദിനരാത്രങ്ങളിലൂടെ പോവാൻ ഒരുങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ശഅബാൻ അത്ഭുതപ്പെടുത്തുന്ന മാസമാണ്. ശഅബാൻ എന്ന് പറഞ്ഞാൽ അതിൽ ഷീന്, ഐന്, ബാ, അലിഫ്, നൂന് 5 അക്ഷരമാണ് ശഅബാൻ എന്ന വാക്കിലുള്ളത്. ഈ ശഅബാൻ എന്ന വാക്കിന്റെ ഷീൻ അറിയിക്കുന്നത് മിന ഷറഫ്, അള്ളാഹുവിന്റെ ശ്രേഷ്ഠതയാണ്. അള്ളാഹുവിൽ നിന്ന് നമുക്ക് ഒരുപാട് ശ്രേഷ്ഠത കിട്ടും. അതുപോലെ ഐൻ എന്ന് പറഞ്ഞാൽ ഉന്നതിയാണ്. അതുപോലെ ബാ എന്ന് പറഞ്ഞാൽ ബിർ, ഗുണമാണ്. അതുപോലെ തന്നെ അലിഫ് എന്ന് പറഞ്ഞാൽ ഉൽഫത്ത്, ഇണക്കമാണ്. നൂൻ എന്ന് പറഞ്ഞാൽ നൂർ, പ്രകാശമാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ഉന്നതി കിട്ടാനും ഒരുപാട് ശ്രേഷ്ഠത കിട്ടാനും ഒരുപാട് ഗുണം കിട്ടാനും ഒരുപാട് ഇണക്കം കിട്ടാനും അള്ളാഹുവിന്റെ നൂറാകുന്ന പ്രകാശം നമ്മുടെ ഹൃദയത്തിലേക്ക് വരാനും ഒക്കെയായി നമ്മൾ പരിശ്രമിക്കേണ്ട മാസമാണ് വിശുദ്ധമായ ശഅബാൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ശഅബാൻ മാസത്തിൽ നമ്മൾ അധികമായി ചെയ്യേണ്ട പുണ്യമായ ഒരു കർമ്മം അത് പരിശുദ്ധമായ ശഅബാനിൽ നോമ്പുകാരായിരിക്കുക എന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമളാൻ കഴിഞ്ഞാൽ പിന്നെ കൂടുതലായി നോമ്പെടുക്കുന്ന ഒരു മാസമായിരുന്നു പരിശുദ്ധമായ ശഅബാൻ എന്ന് ഒരുപാട് കിതാബുകളിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ബറക്കത്ത് ഇറങ്ങുന്ന മാസമാണ്, ബറക്കത്തിന് ചോദിക്കേണ്ട മാസമാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഈ ഒരു ദുആ നമ്മൾ ഈ ശഅബാനിലും ഇങ്ങനെ അധികരിപ്പിക്കുക. റജബിൽ മാത്രമല്ല, ശഅബാനിലും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ അതിങ്ങനെ അധികരിപ്പിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അല്ലെ? സലാം പറയുക, അതെന്താണ്? നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടും. സലാം പറയുക എന്ന് പറഞ്ഞാൽ പുറത്തേക്കിറങ്ങി പുറത്ത് കാണുന്ന ആളുകളോട് മാത്രമല്ല, മറിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ വാപ്പയുണ്ടാകും, ഉമ്മയുണ്ടാകും, ഭാര്യയുണ്ടാകും, ഭർത്താവുണ്ടാകും, മക്കളുണ്ടാകും, അവരോട് സലാം പറയുക. അത് ജീവിതത്തിൽ വലിയ ബറക്കത്താണ്. അവരോട് സലാം പറയുക. അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ കൂട്ടുകാരനെ കണ്ടു, അവരോട് പറയുക, സലാം പറയുക. ഫോൺ വിളിക്കുമ്പോൾ ഭാര്യയാണ്, അവരോട് സലാം പറയുക. ഭർത്താവാണ്, അവരോട് സലാം പറയുക. മക്കളാണ്, മക്കളോട് സലാം പറയുക. ഇങ്ങനെ സലാം നമ്മൾ ഒരു ജീവിതത്തിന്റെ ഒരു ദിനചര്യയാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വലിയ ബറക്കത്ത് ജീവിതത്തിൽ കിട്ടുമെന്നാണ്. രണ്ടാമത്തേത്, കുടുംബ ബന്ധം ഈ ഒരു ശഅബാൻ മാസത്തിൽ ഊട്ടി ഉറപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അസൂയയുടെ പേരിൽ, കുശുമ്പിന്റെ പേരിൽ, പരദൂഷണം പറഞ്ഞ്, ഏഷന് പറഞ്ഞ് കുടുംബ ബന്ധങ്ങൾ ഛിന്ന ഭിന്നമായി പോകുന്ന ഒരു കാലമാണ്. കുടുംബ ബന്ധം ചേർക്കുക. ഇല്ലെങ്കിൽ വെറുതെയാണ് ഈ കേൾക്കുന്ന ക്ലാസ്സൊക്കെ വെറുതെയാണ്, നമ്മൾ പങ്കെടുക്കുന്ന മജ്‌ലിസൊക്കെ വെറുതെയാണ്. അതുകൊണ്ട് പരസ്പരം മറ്റുള്ളവരോട് വിദ്വേഷവും അസൂയയും കുശുമ്പും മറ്റുള്ളവരുള്ള ആ ഒരു പകയൊക്കെ എടുത്ത് കള. അതൊക്കെ പിശാചാണ്, അതൊക്കെ ശൈത്വാനാണ്, ശൈത്താന്റെ പണിയാണ്. അതൊക്കെ എടുത്ത് മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് നല്ല മനുഷ്യന്മാരായി ഞാൻ ജീവിക്കുക, എൻ്റെ പ്രിയപ്പെട്ടവരും ജീവിക്കുക. അല്ലാഹു തആല നമ്മളെ ഖൽബ് നന്നാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ശഅബാൻ ഈ മാസത്തിൽ പരമാവധി നല്ല ആവതിന്റെ പരമാവധി തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുക. കാരണം ഒരു ചെറിയ തെറ്റ് ചെയ്താൽ അതിന്റെ ശിക്ഷ ഇരട്ടിയായി പടച്ചോൻ തന്നേക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. മാത്രമല്ല, ഒരുപാട് നന്മകൾ അധികരിപ്പിക്കുക. കാരണം ഒരു ചെറിയ നന്മക്ക് പോലും അല്ലാഹു തആല ഇരട്ടി പ്രതിഫലം തരുന്ന മാസമാണ് പരിശുദ്ധമായ ശഅബാൻ. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ശഅബാൻ മാസം ഷഹ്റു സ്വലാത്ത് എന്നാണ്, സ്വലാത്തിന്റെ മാസമാണ്. കാരണം ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്ന സുന്ദരമായ ആ സ്വലാത്ത് ചൊല്ലണമെന്നുള്ള നിർദ്ദേശവുമായി വന്നിറങ്ങിയ ആയത്ത് ഈ ശഅബാനിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അറിയാവുന്ന സ്വലാത്ത് ചൊല്ലിക്കോ. പ്രത്യേകിച്ച് ഒരു സ്വലാത്ത് നമുക്ക് ഒന്ന് പഠിക്കാം. ഏത് സ്വലാത്താണെന്ന് അറിയോ? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് നമുക്ക് നേട്ടം കിട്ടുമെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു സ്വലാത്താണ്. മഹാന്മാരായ ഉസ്താദുമാരൊക്കെ അവരൊക്കെ പറയുന്നുണ്ട്, ദലായിലുൽ ഖൈറാത്ത് എന്ന് പറഞ്ഞ പുണ്യമായ ഒരു അമലുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരുപാട് അമലുകൾ, അതായത് ഒരു വർഷം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമലുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകൾ,
ആ അമലുകളുടെയൊക്കെ പ്രതിഫലം ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അത്രമാത്രം പവിത്രതയുള്ള ഒരു സ്വലാത്താണ്. മഹാന്മാര് പറയുന്നു, ഈ സ്വലാത്ത് മുറുകെ പിടിച്ചോ, ഷഅബാൻ തുടങ്ങുന്നു, ഇൻഷാ അല്ലാഹ് ഈ സ്വലാത്ത് ഷഅബാനിൽ മുഴുവനും ഞാൻ ചൊല്ലും. ഒരു ദിവസം കുറഞ്ഞതൊരു 11 വട്ടം, എല്ലാ നമസ്കാരത്തിന് ശേഷം ഓരോ വട്ടം ചൊല്ലാം, അല്ലെങ്കിൽ 2-3 വട്ടം ചൊല്ലാം, അറിയാവുന്ന രൂപത്തിൽ ചൊല്ലാം. പിന്നെയോ നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും കച്ചവട സ്ഥാപനത്തിലിരിക്കുമ്പോഴൊക്കെ ഈ സ്വലാത്ത് ചൊല്ലിക്കോ, ഒരുപാട് നേട്ടമുണ്ട്. ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ മുറാദുകൾ കൊണ്ടുവരിക, അത് ഹാസിലായി കിട്ടാൻ, വിഷമ പ്രയാസങ്ങൾ മാറണം എന്ന് മനസ്സിൽ കരുതി ചൊല്ലിക്കോ. ഏതാണ് ആ സ്വലാത്ത്? സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി വദുർരിയ്യതിഹി വഅഹ്ലി ബൈതിഹി അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അതത് സ്വലാത്തില്ലേ, ആ അതത് സ്വലാത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് വാചകങ്ങൾ കൂടി ചേർക്കുന്നു. എന്താണ്? പുണ്യമായ ഒരു സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, അല്ലാഹുവേ ഞങ്ങളുടെ നേതാവാകുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഗുണം കൊടുക്കണേ അല്ലാ. നബി തങ്ങൾക്ക് മാത്രമല്ല, വഅലാ ആലിഹി അവിടുത്തെ കുടുംബത്തിനും, വഅസ്ഹാബിഹി അവിടുത്തെ സ്വഹാബിമാർക്കും, വഅസ്വാജിഹി നബി തങ്ങളുടെ ഭാര്യമാർക്കും, വദുർരിയ്യതിഹി നബി തങ്ങളുടെ മക്കൾക്കും, വഅഹ്ലി ബൈതിഹി അവിടുത്തെ കുടുംബ പരമ്പരയിൽ ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അല്ലാഹുവേ നീ ഗുണം കൊടുക്കണേ അല്ലാ. അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ, നിന്റെ ഇൽമിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിന്റെ എണ്ണത്തിനനുസരിച്ച് നീ ഗുണവും രക്ഷയും നബിക്കും അവിടുത്തെ കുടുംബം അവിടുത്തെ സ്വഹാബിമാര് ഭാര്യമാര് മക്കൾ എല്ലാവർക്കും കൊടുക്കണേ അല്ലാ. ഇതാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി വദുർരിയ്യതിഹി വഅഹ്ലി ബൈതിഹി അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. ഒരു പേപ്പറിലേക്ക് എൻ്റെ ഉമ്മച്ചിമാർ എഴുതി വെക്കുക, അല്ലെങ്കിൽ എൻ്റെ വാപ്പമാര് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുക. ഈ ഒരു സ്വലാത്ത് ഇങ്ങനെ പറയുക. ഒരുപാട് നേട്ടമുണ്ട് ഉമ്മമാരെ, കാണാതെ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒന്നുകൂടി ചൊല്ലിക്കേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി വദുർരിയ്യതിഹി വഅഹ്ലി ബൈതിഹി അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ ലക്ഷക്കണക്കിന് പ്രാവശ്യം 5 ലക്ഷവും 6 ലക്ഷവും ഒക്കെ സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്തിന്റെ നേട്ടം, ആ സ്വലാത്ത്, അതൊക്കെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. പ്രത്യേകിച്ച് ഈ സ്വലാത്ത് ചൊല്ലണമെന്ന് അല്ലാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ള ഈ മാസം തന്നെ ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള സ്വലാത്തുകളൊക്കെ, വെറൈറ്റി സ്വലാത്തുകളൊക്കെ നമുക്ക് ചൊല്ലി ഒരുപാട് കണ്ട് ദ്വാരക്കണം. സ്വലാത്ത് ചൊല്ലിയിട്ട് ദ്വാര എന്നാൽ വേഗത്തിൽ അല്ലാഹു തആല ദുആ സ്വീകരിക്കുമെന്നാൽ. ഉസ്താദുമാരുടെ ദുആ മാത്രം അല്ലാഹു സ്വീകരിക്കൂ എന്നൊന്നും അല്ലാഹു തആല ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല കേട്ടോ. സാധാരണക്കാരായ നമ്മുടെ എല്ലാവരുടെയും ദുആ അല്ലാഹു തആല സ്വീകരിക്കും. പക്ഷെ അതിനു മുമ്പ് ദുആ സ്വീകരിക്കപ്പെടാനുള്ള ചില കാര്യങ്ങൾ ചെയ്യുക. അതിൽപ്പെട്ടതാണ് നല്ലവണ്ണം എന്ത് ചെയ്യുക, സ്വലാത്ത് പറഞ്ഞിട്ട് ദ്വാരക്കുക കേട്ടോ. പിന്നെയോ ഈ ശഅബാൻ മാസം എന്ന് പറഞ്ഞാൽ അത് റമളാനിന്റെ മുഖം ആയ മാസമാണ്. അതായത് ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ പിന്നെ റമളാനായി. ഇപ്പൊ റജബാണെങ്കിൽ റജബ് കഴിഞ്ഞ് പിന്നെ ശഅബാനുണ്ട് ഒന്നുകൂടി ഒരുങ്ങാൻ. പക്ഷെ ശഅബാൻ കഴിഞ്ഞാൽ പിന്നെ റമളാന് വേണ്ടി ഒരുങ്ങാൻ വേറെ മാസമില്ല. ശഅബാൻ കഴിഞ്ഞാൽ പിന്നെ റമളാനാണ്. അപ്പൊ അതുകൊണ്ട് വളരെ പുണ്യമായ മാസമാണ്, വളരെ പുണ്യമുള്ള, വളരെയധികം നമ്മൾ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു മാസമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പവിത്രതയേറെ നിറഞ്ഞ വിശുദ്ധമായ ശഅബാൻ, ആ ശഅബാൻ മാസത്തിന്റെ സുന്ദരമായ ദിനരാത്രങ്ങളിൽ ഇനി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. വിശുദ്ധമായ ഖുർആൻ പാരായണം, സ്വതക്ക കർമ്മങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ശഅബാൻ മാസത്തിൽ നമ്മൾ പറ്റുമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് രോഗ സന്ദർശനം. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അയൽവാസികളിലോ ഒക്കെ ആരെങ്കിലും രോഗികളായി കഴിയുന്നുണ്ടെങ്കിൽ ആ രോഗി അതിപ്പോ മുസ്ലിമായ ഒരു പെണ്ണാവട്ടെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വീട്ടിലുള്ള സഹോദരന്മാര് ആ സ്ത്രീയെ, ആ ചേച്ചിയെ കാണാൻ വേണ്ടി പോവുക. നമ്മുടെ പരിസരത്ത് ഒരു സഹോദരൻ, അമുസ്ലിമായ സഹോദരൻ സുഖമില്ലാതെ കഴിയുന്ന ഒരു ക്യാൻസർ രോഗിയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുക, പുരുഷന്മാര് എന്ത് ചെയ്യുക, അവിടെ ചെല്ലുക, എന്നിട്ട് അദ്ദേഹത്തിന്റെ വിവരങ്ങളൊക്കെ അന്വേഷിക്കുക, എന്തെങ്കിലും ഒരു ഹദിയ കൊടുക്കുക, എന്തെങ്കിലും അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ വളരെ പുണ്യമുള്ളതാണ്, നമുക്ക് വളരെ പുണ്യം കിട്ടും. പ്രത്യേകിച്ച് ശഅബാൻ മാസത്തിലാകുമ്പോൾ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ ധാരാളമായി ചെയ്യേണ്ട ഒരു മാസം കൂടിയാണ് പരിശുദ്ധമായ ഈ ശഅബാൻ മാസം. സുന്നത്തായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സുന്നത്തുകൾ, അതുപോലെ തന്നെ ബാത്റൂമിൽ കയറുമ്പോഴുള്ള സുന്നത്തുകൾ, പള്ളിയിൽ പ്രവേശിക്കുമ്പോഴുള്ള സുന്നത്തുകൾ, അതുപോലെ വീട്ടിൽ പ്രവേശിക്കുമ്പോഴുള്ള സുന്നത്തുകൾ, വലതുകാലുകൊണ്ട് പ്രവേശിക്കുക, എപ്പോഴും വലതിനെ മുന്തിക്കുക, നമ്മുടെ തല മുടി ഈരുന്ന സമയത്താവട്ടെ, പല്ല് തേക്കുന്ന സമയത്താവട്ടെ, എല്ലാ കാര്യത്തിലും വലതിനെ മുന്തിക്കുക. ഇങ്ങനെ
നമ്മുടെ ജീവിതത്തിൽ സുന്നത്തായ കാര്യങ്ങൾ ധാരാളമായി ചെയ്യുക. പ്രത്യേകിച്ച് ശഅബാൻ മാസത്തിൽ ഒരു സുന്നത്തിന് ഇരട്ടി പ്രതിഫലം അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള പുണ്യമായ മാസമാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ പുണ്യമായ ശഅബാൻ, ആ ശഅബാനിൽ നമ്മൾ ചെയ്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ ഉണർത്തി തന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ചില ദുആകൾ, ദിക്ർ, ഔറാദുകൾ, പ്രത്യേകിച്ച് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ. പിന്നെ ഇസ്തിഗ്ഫാർ ധാരാളം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം ഇസ്തിഗ്ഫാർ ഒക്കെ ധാരാളമായി അധികരിപ്പിക്കുക. നമ്മൾ പറഞ്ഞ സ്വലാത്തുകളൊന്നും മറന്നു പോവണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഖൈറിന്റെ സലാമത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ചെയ്യുന്ന അമലുകൾ ആത്മാർത്ഥമായി ചെയ്യാനും അതുവഴി സ്വർഗ്ഗത്തിൽ കടക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും വലിയ അവസരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അനവധി ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റിക്കൊടുത്ത്, എല്ലാവരുടെയും എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുത്ത്, എല്ലാവർക്കും അല്ലാഹു സന്തോഷവും സമാധാനവും നിറച്ചു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ഹൃദ്യമായ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.